കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇവിടെ -डिग्री ടെമ്പറേച്ചർ ആണേ. -6 വരെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന്റെ പരിണിതഫലമാണ് ഈ കാണുന്നത്. ഇത് ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു ലേക്കാണേ. അവിടുത്തെ വെള്ളം മുഴുവൻ ഐസായി മാറി. അവിടെ ഈ പിള്ളേർ ഇറങ്ങി കളിക്കുന്ന ഈ കാണുന്നത്. സൺഡേ ആയതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ട് എണീറ്റതേ. അപ്പൊ നമ്മൾ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും കുറച്ച് വെട്ടം വെളിച്ചമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരത്തേക്കാണേലുവേ സൂര്യനും കൂടെ ഒന്ന് എത്തി നോക്കിയോണ്ട് മരത്തേലുള്ള ഐസൊക്കെ ഉരുകിപ്പോയി കേട്ടോ. നല്ല തണുപ്പാകുമ്പളേ നമ്മൾ വിചാരിക്കും ആരും വീടിന് പുറത്തേക്ക് ഇറങ്ങുന്നില്ല, എല്ലാവരും വീടിനകത്ത് തന്നെ അടച്ചിരിക്കുവാന്ന്. പക്ഷെ അതല്ല കഥ. ഇഷ്ടം പോലെ ഫാമിലീസും കുട്ടികളും ഒക്കെ ആട്ടോ ഇതിന് ചുറ്റുമുള്ളത്. കുറെ പേരൊക്കെ അങ്ങോട്ട് ഇറങ്ങി ഭയങ്കര സ്കേറ്റിങ്ങും ഓട്ടവും ചാട്ടവും. ഞങ്ങൾക്ക് കണ്ടപ്പോൾ പേടിയായി കേട്ടോ. വെള്ളത്തിൽ നീന്തി തെറിച്ച് വീണിട്ടുണ്ടെങ്കിൽ കൈയും കാലും ഒടിയാൻ വേറെ ഒന്നും വേണ്ട. ഞങ്ങൾ അതിന്റെ ചുറ്റിലും നിന്ന് സേഫ് ആയിട്ടുള്ള കുറച്ച് കലാപരിപാടികളൊക്കെ നടത്തിയേ. അവിടെ കിടന്ന കുറെ കല്ലും കമ്പൊക്കെ എടുത്തിട്ട് ഐസ് പൊട്ടിക്കാൻ നോക്കി, ലേക്കിലേക്ക് എറിഞ്ഞു നോക്കി. ഇങ്ങനെ ഒരു ഗ്ലാസ് പീസ് പോലെയാണ് ഈ വാട്ടർ ഐസ് ആയിട്ടുള്ളത്. ഇത് കണ്ടോ? ഇതൊക്കെ ഈ പുറത്ത് കിടക്കുന്ന വാട്ടറാണ്. അത് ഐസായി പോയേക്കുന്നതാണ് ഈ ടെമ്പറേച്ചർ കാരണം. ശരിക്കും ഉണ്ടല്ലോ, ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, നമ്മുടെ മൂക്കൊക്കെ അങ്ങോട്ട് വേദനിച്ച് മൂക്കൊക്കെ ഇങ്ങനെ വീട്ടിനകത്തോട്ട് കയറി വരുമ്പോഴത്തേക്കും ചുമന്നായിരുന്നു ഇരുന്നിരുന്നത്. പക്ഷെ ഇന്ന് അത്ര വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല കേട്ടോ. ഇന്ന് നൈറ്റ് തൊട്ട് ടെമ്പറേച്ചർ വെച്ചിട്ട് കൂടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണോന്നും അറിയത്തില്ലേ. ഇത് കണ്ടോ, ഇത് ശരിക്കും ഒരു ഗ്ലാസ് പീസ് പോലെ തന്നെയില്ലേ. ഒന്നും അത്ര കറക്റ്റ് അല്ല കേട്ടോ. എന്നാലും വെറുതെ ഒരു രസം. എല്ലാരും എറിഞ്ഞു കളിക്കുമ്പോൾ നമ്മളായിട്ട് എന്തിനാ മാറി നിൽക്കുന്നേ. ഇന്ന് രാവിലെ എണീറ്റിട്ടേ ബെഡ്റൂമിന്റെ ജനലിന്റെ കാട്ടം മാറ്റി നോക്കിയപ്പോഴത്തേക്കാണ് കാണുന്നത് എല്ലാ മരവും മൊത്തം ഐസായിട്ട് നിൽക്കുക. സ്നോ പെയ്തേക്കുന്നല്ല കേട്ടോ, ഇത് ഫുള്ള് ഫ്രോസൺ ആയിട്ട് നിൽക്കുക. സ്നോ ആണെങ്കിൽ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. ഫ്രോസൺ ആയേക്കുവാണെങ്കിൽ ഇതെല്ലാം നല്ല ഐസ് കട്ടയായിട്ടായിരിക്കുന്നത്. നമ്മൾ തൊട്ടാലൊക്കെ വേദനിക്കും കേട്ടോ. അതുപോലെ ഇതിങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞു പോരും. തീരെ കനം കുറഞ്ഞതൊക്കെ. അതുപോലെ കട്ടിയുള്ളതൊന്നും തീരെ പൊടിയത്തുമില്ല. ഇങ്ങനെ മൈനസ് ടെമ്പറേച്ചർ ഒരു 2-3 ദിവസം നിന്ന് കഴിയുമ്പോഴത്തേക്കും ഇവിടെ മൊത്തം ഇങ്ങനെയാവും കേട്ടോ. തണുപ്പ് തുടങ്ങിയ പിന്നെ ഈ ആളോട് എന്തിനേലും ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കൂടെ വരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലേ മമ്മി പൊക്കോന്ന് പറയുന്നവനാ. ഇന്ന് എന്താണെന്ന് അറിയത്തില്ല, ഇന്ന് എൻ്റെ കൂടെ ഇങ്ങ് പോകുന്നു. ഇത് കണ്ടോ, കുറച്ച് സൂര്യപ്രകാശം ഉള്ളപ്പോൾ ആ സ്ഥലത്തിന്റെ ഭംഗി. ഇതിങ്ങനെ പോയും വന്നും ഇരിക്കുവായിരുന്നേ ഞങ്ങൾ ഉണ്ടായിരുന്ന സമയത്തെ. അതുകൊണ്ട് എല്ലാ വീഡിയോയ്ക്കൊന്നും തെളിച്ചില്ല. UK കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പ്രത്യേക കാലാവസ്ഥയാണ്. ചില സമയത്ത് മഴയായിരിക്കും, ചില സമയത്ത് വെയിലായിരിക്കും, ചില സമയത്ത് മഞ്ഞായിരിക്കും. എൻ്റെ പൊന്നോ, നമുക്ക് ഇച്ചിരി നേരത്തെ വെയിൽ കണ്ടിട്ട് ജാക്കറ്റ് ഒന്നും ഇല്ലാണ്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ 8ന് പണി കിട്ടും. ഒരു 10 മിനിറ്റ് ഇടവിട്ട് കാലാവസ്ഥ മാറുന്ന ഒരു പ്രത്യേകതര അസുഖം ഈ രാജ്യത്തിനുണ്ട്. പക്ഷേ ഉണ്ടല്ലോ, എന്ത് കാലാവസ്ഥയാണെങ്കിലും അതൊന്നും വകവെക്കാതെ മക്കളെയും കൂട്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ ഇവിടുത്തെ ആൾക്കാർക്ക് ഒരു മടിയില്ല കേട്ടോ.